ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായി ഭാരതാംബ. RSS ശതാബ്ദിയിൽ 100 രൂപ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പുറത്തിറക്കി. വയനാടിന് കേന്ദ്ര സഹായമായി 260 കോടി 56 ലക്ഷം രൂപ അനുവദിച്ചു കേന്ദ്ര സർക്കാർ. കേരളവും അസമും ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങൾക്കായി 4000 കോടി രൂപയാണ് അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി ദുരന്ത നിവാരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ഉൾപ്പെടെ 11 നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണത്തിനും ഇന്നലെ ചേർന്ന സമിതി 2444 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിൽ തുടരുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാറും അനന്തഗോപനും പരസ്പരം പഴിചാരി പ്രസ്താവനകളുമായി രംഗത്തു വന്നു. ഗാസയിൽ അതിരൂക്ഷ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. US മുന്നോട്ട് വച്ച വെടിനിർത്തൽ പാക്കേജിൽ ഹമാസ് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് ഇസ്രായേൽ പ്രകോപനം. ഇന്ന് വിജയദശമി. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വൻ ജനത്തിരക്ക്. പ്രശസ്തരും പ്രഗത്ഭരുമായ നിരവധി പേർ കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരമെഴുതിക്കാൻ എത്തി. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് സൂചന. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ വർധന. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. കരൂർ സംഭവത്തോടെ വിജയിന്റെ TVKയിൽ രൂക്ഷമായ ഭിന്നത. CBI വരണമെന്ന് യുവജന വിഭാഗം നേതാവ് ആദവ് അർജുന ആവശ്യപ്പെട്ടപ്പോൾ വേണ്ടെന്നാണ് TVKയിലെ മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. രാജസ്ഥാനിൽ ചുമമരുന്ന് കഴിച്ച 2 കുട്ടികൾ മരിച്ചു. 10ഓളം പേർ ചികിത്സയിലാണ്. സുരക്ഷിതമാണ് മരുന്ന് എന്ന് തെളിയിക്കാൻ 1 ഡോസ് കഴിച്ച ഡോക്ടറും അബോധാവസ്ഥയിലായി എന്നാണ് റിപ്പോർട്ട്. കേസൻ ഫാർമ നിർമ്മിച്ച കഫ് സിറപ്പാണ് ആശങ്ക ഉയർത്തിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ മാസം 5, 6 തീയതികളിൽ ഇന്ത്യയിലെത്തുന്നു. ഉഭയരാഷ്ട്ര വിഷയങ്ങളും അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടും ചർച്ചയായേക്കും. ഡൊണാൾഡ് ട്രംപിന്റെ മണ്ടൻ പരിഷ്കാരങ്ങൾക്ക് അമേരിക്കയിൽ തന്നെ വൻ തിരിച്ചടി. US ഗവൺമെന്റ് അമേരിക്ക അടച്ചിടൽ പ്രക്രിയയിലേക്ക് നീങ്ങി. അമേരിക്കൻ കോൺഗ്രസിൽ ഫണ്ടിംഗ് അനുവദിക്കാത്തത് കാരണം സർക്കാരിന് ചെലവഴിക്കാൻ പണമില്ല എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. ഇതൊരു സാങ്കേതിക പ്രതിസന്ധിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാട്സപ്പിന് പകരമായി കൂടുതൽ ഫീച്ചേഴ്സുമായി ഇന്ത്യ അവതരിപ്പിച്ച അറട്ടൈ ആപ്പിന് സ്വീകാര്യതയേറുന്നുവെന്ന് റിപ്പോർട്ട്. മെറ്റയുടെ വാട്സപ്പിന് വെല്ലുവിളിയാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.